ലൂക്കോസ് എഴുതിയ ഈസാ അൽ മസീഹിന്റെ പരിശുദ്ധ ഇഞ്ചീൽ അധ്യായം 18. മടുത്തു പോകാതെ നിരന്തരം ദുആയിരിക്കേണ്ട ആവശ്യകത വിശദമാക്കുവാൻ ഈസ അവരോട് ഒരു മസല പറഞ്ഞു. അള്ളാഹുവിനെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യാത്ത ഒരു ഖാളി ഒരു മദീനയിൽ ഉണ്ടായിരുന്നു. ആ മദീനയിൽ ഒരു വിധവയും ഉണ്ടായിരുന്നു. അവൾ വന്ന് അവനോട് തൻ്റെ എതിരാളിക്കെതിരെ എനിക്ക് നീതി നടത്തി തരണമേ എന്ന് കൂടെ കൂടെ തലബ് ചെയ്തു. കുറേ നാളത്തേക്ക് അവൻ അത് പരിഗണിച്ചില്ല. എന്നാൽ ഒടുവിൽ അവൻ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യുന്നില്ല. എങ്കിലും ഈ വിധവ എന്നെ ശല്യപ്പെടുത്തുന്നത് കൊണ്ട് ഞാൻ അവൾക്ക് നീതി കിട്ടാൻ സഹായിക്കും. അല്ലെങ്കിൽ അവൾ കൂടെ കൂടെ വന്ന് എന്നെ ശല്യപ്പെടുത്തി ഹലാക്കിലാക്കും. റബ്ബ് വീണ്ടും പറഞ്ഞു, സ്വാലിഹല്ലാത്ത ആ ഖാളി പറഞ്ഞതെന്തെന്ന് കേൾക്കുവിൻ. അങ്ങനെയെങ്കിൽ അള്ളാഹുവോ രാവും പകലും തന്നെ വിളിച്ച് കരയുന്ന തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങൾക്ക് അവരുടെ കാര്യം തർത്തീബാക്കി നീതി നടത്തി കൊടുക്കുകയില്ലയോ? അവിടുന്ന് അവരുടെ കാര്യം നീട്ടിക്കൊണ്ടു പോകുമോ? അവർക്ക് വേഗം നീതി നടത്തി കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നാൽ ഇബ്നുൽ ഇൻസാൻ വരുമ്പോൾ ഭൂമിയിൽ ഈമാനുള്ളവരെ കണ്ടെത്തുമോ? നഫ്സിയായി സോലിഹാണെന്ന് കരുതി മറ്റുള്ളവരെ നിന്ദിക്കുന്നവരോട് ഈസ ഈ മസാല പറഞ്ഞു. രണ്ടുപേർ ദുആയിരിക്കാൻ ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയി. ഒരാൾ ഫരിസേയനും മറ്റേയാൾ നികുതി പിരിവുകാരനും. ഫരിസേയൻ നിന്നുകൊണ്ട് ഇങ്ങനെ തന്നെക്കുറിച്ച് ദുആയിരുന്നു, അള്ളാഹുവേ, ഞാൻ കൊള്ളക്കാരനും ളുൽമ് ചെയ്യുന്നവനും സിന ചെയ്യുന്നവനുമായ മറ്റു മനുഷ്യരെ പോലെയോ ഈ നികുതി പിരിവുകാരനെ പോലെയോ അല്ല. അതുകൊണ്ട് ഞാൻ നിനക്ക് ശുക്ർ ചെയ്യുന്നു. ഞാൻ ആഴ്ചയിൽ 2 പ്രാവശ്യം നോമ്പെടുക്കുന്നു. എനിക്ക് ലഭിക്കുന്ന എല്ലാത്തിൻ്റെയും 10-1 അള്ളാഹുവിന് കൊടുക്കുന്നു. എന്നാൽ ആ നികുതി പിരിവുകാരനോ ദൂരെ നിന്ന് ജന്നത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും തുനിയാതെ മാറത്തടിച്ചു, അള്ളാഹുവേ, പാപിയായ എന്നിൽ റഹ്മത്തേകണമേ എന്ന് ദുആ ചെയ്തു. ഞാൻ നിങ്ങളോട് പറയുന്നു, അവൻ ആ ഫരിസേയനേക്കാൾ നീതീകരിക്കപ്പെട്ടവനായി പുരയിലേക്ക് മടങ്ങി. നഫ്സിയായി ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, നഫ്സിയായി താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുകയും ചെയ്യും. കൈകൾ വെച്ചു നിഅമത്ത് നൽകേണ്ടതിന് കുഞ്ഞുങ്ങളെ ഈസയുടെ ഖരീബിൽ ജനങ്ങൾ കൊണ്ടുവന്നു. ഈസയുടെ സഹാബികൾ ഇത് കണ്ടപ്പോൾ അവരെ വഴക്ക് പറഞ്ഞു. എന്നാൽ ഈസ കുഞ്ഞുങ്ങളെ തൻ്റെ ഖരീബിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, കുഞ്ഞുങ്ങളെ എൻ്റെ ഖരീബിൽ വരാൻ അനുവദിക്കുവിൻ. അവരെ തടയരുത്. കാരണം അള്ളാഹുവിൻ്റെ രാജ്യം ഇവരെപ്പോലെ ഉള്ളവരുടേതാണ്. ഹക്കായി ഞാൻ നിങ്ങളോട് പറയുന്നു, കുഞ്ഞുങ്ങളെപ്പോലെ അള്ളാഹുവിൻ്റെ രാജ്യം കബൂലാക്കാത്ത ആരും അതിൽ കടക്കുകയില്ല. ഒരു യഹൂദ നേതാവ് ഈസയോട് ചോദിച്ചു, സ്വാലിഹായ മുഅല്ലിം, ഹയാത്തുൽ അബ്ദിയ ദായിമായി കിട്ടാൻ ഞാൻ എന്തു ചെയ്യണം? ഈസ പറഞ്ഞു, എന്തുകൊണ്ടാണ് നീ എന്നെ സ്വാലിഹ് എന്ന് വിളിക്കുന്നത്? അള്ളാഹു അല്ലാതെ സ്വാലിഹായി മറ്റാരുമില്ല. വസിയത്ത് നിനക്കറിയാമല്ലോ. സിന ചെയ്യരുത്, കൊല്ലരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം നൽകരുത്, ഉപ്പയെയും ഉമ്മയെയും ബഹുമാനിക്കുക. അവൻ പറഞ്ഞു, ചെറുപ്പം മുതലേ ഇവയെല്ലാം ഞാൻ പാലിച്ചിട്ടുണ്ട്. അത് കേട്ട് ഈസ പറഞ്ഞു, ഇനിയും നിനക്കൊരു കുറവുണ്ട്. നിനക്കുള്ളതെല്ലാം വിറ്റ് മിസ്കീനുകൾക്ക് കൊടുക്കുക. അപ്പോൾ ജന്നത്തിൽ നിന്ന് നിക്ഷേപമുണ്ടാകും. പിന്നീട് വന്ന് എന്നെ അനുഗമിക്കുക. ഇത് കേട്ടപ്പോൾ അവൻ വളരെ ദുഃഖിതനായി. കാരണം അവൻ വലിയ പണക്കാരനായിരുന്നു. അവൻ ദുഃഖിതനാണെന്ന് കണ്ടിട്ട് ഈസ പറഞ്ഞു, ധനികൻ അള്ളാഹുവിൻ്റെ രാജ്യത്തിൽ കടക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ധനികൻ അള്ളാഹുവിൻ്റെ രാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടന്നു പോകുന്നതാണ്. ഇത് കേട്ടവർ ചോദിച്ചു, അങ്ങനെയെങ്കിൽ ഇഖ്ലാസിലാകുവാൻ ആർക്ക് കഴിയും? ഈസ പറഞ്ഞു, ഇൻസാനു കഴിയാത്തത് അള്ളാഹുവിനാൽ കഴിയുന്നു. അപ്പോൾ പത്രോസ് പറഞ്ഞു, ഇതാ ഞങ്ങൾക്കുള്ളത് എല്ലാം ഉപേക്ഷിച്ച് ഞങ്ങൾ നിന്നെ അനുഗമിച്ചിരിക്കുന്നു. ഈസ മറുപടി പറഞ്ഞു, ഹക്കായി ഞാൻ നിങ്ങളോട് പറയുന്നു, അള്ളാഹുവിൻ്റെ രാജ്യത്തിനു വേണ്ടി പുരയോ ബീവിയെയോ ഇഖ്വാനീങ്ങളെയോ ഉപ്പ ഉമ്മമാരെയോ മക്കളെയോ ഉപേക്ഷിച്ചവർക്ക് ഈ കാലത്തിൽ തന്നെ അവയുടെ അനേക മടങ്ങ് ലഭിക്കാതിരിക്കുകയില്ല. വരാനിരിക്കുന്ന കാലത്തിൽ ഹയാത്തുൽ അബ്ദിയായും ലഭിക്കും.
ഐസ 12 സഹാബിമാരെയും കരീബിൽ വിളിച്ച് പറഞ്ഞു, ഇതാ നമ്മൾ ജെറുസലേമിലേക്ക് പോകുന്നു. ഇബ്നുൽ ഇൻസാനെപ്പറ്റി നബിമാർ വഴി എഴുതപ്പെട്ടതെല്ലാം കാമിലാകും. അവനെ ജൂതരല്ലാത്തവർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും അവർ അവനെ മക്കാറാക്കുകയും മാനം കെടുത്തുകയും അവൻ്റെ മേൽ തുപ്പുകയും തല്ലുകയും കൊല്ലുകയും ചെയ്യും. എന്നാൽ 3-ാം ദിവസം അവൻ മൗത്തായവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. ഇക്കാര്യങ്ങൾ ഒന്നും സഹാബികൾക്ക് മനസ്സിലായില്ല. ഈ പറഞ്ഞതിൻ്റെ മാന അവരിൽ നിന്ന് മറക്കപ്പെട്ടിരുന്നു. അവൻ സംസാരിച്ചത് അവർ തിരിച്ചറിഞ്ഞില്ല. ഈസ ജെറീക്കോ മദീനയോട് സമീപിച്ചപ്പോൾ ഒരു കുരുടൻ വഴിയുടെ അരികിലിരുന്ന് സ്വതക്ക ചോദിക്കുന്നുണ്ടായിരുന്നു. ജനക്കൂട്ടം കടന്നു പോകുന്ന ശബ്ദം കേട്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് അവൻ ചോദിച്ചു. നാസറേയനായ ഈസ കടന്നു പോകുന്നു എന്ന് അവർ അവനോട് പറഞ്ഞു. അപ്പോൾ അവൻ നിലവിളിച്ച് പറഞ്ഞു, ഈസ, ദാവൂദിൻ്റെ തലമുറയിൽപ്പെട്ടവനെ, എന്നിൽ റഹ്മത്തേകണമേ. ജനക്കൂട്ടത്തിൻ്റെ മുമ്പിൽ നടന്നവർ മിണ്ടാതിരിക്കുവാൻ പറഞ്ഞ് അവനെ വഴക്ക് പറഞ്ഞു. അവനാകട്ടെ കൂടുതൽ ഉച്ചത്തിൽ, ദാവൂദിൻ്റെ തലമുറയിൽപ്പെട്ടവനെ, എന്നിൽ റഹ്മത്തേകണമേ എന്ന് നിലവിളിച്ചു കൊണ്ടിരുന്നു. ഈസ അവിടെ നിന്നു. അവനെ തൻ്റെ കരീബിൽ കൊണ്ടുവരാൻ കൽപ്പിച്ചു. അവന് കരീബിൽ വന്നപ്പോൾ ഈസ ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അവൻ പറഞ്ഞു, റബ്ബേ, എനിക്ക് കാഴ്ച കിട്ടണം. ഈസ പറഞ്ഞു, നിനക്ക് കാഴ്ചയുണ്ടാകട്ടെ, നിന്റെ ഈമാൻ നിന്നെ ശിഫയാക്കിയിരിക്കുന്നു. അപ്പോൾ തന്നെ അവന് കാഴ്ച കിട്ടി. അള്ളാഹുവിന് തംജീദ് ചെയ്തുകൊണ്ട് ഈസയെ അനുഗമിച്ചു. ഇത് കണ്ട് എല്ലാവരും അള്ളാഹുവിന് ഹംദ് ചൊല്ലി.